പുലർച്ചെയുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ ആ പാറയിൽ നിന്ന് നടന്നു വീണ വലിയ പാറക്കഷണങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുന്നിന്റെ ചെരുവിലാണ്. വലിയ പാറക്കഷണങ്ങൾ, ഒപ്പം നദി ഒഴുകിയിരുന്നതിന്റെ ഗതി മാറി ഒഴുകിയതൊക്കെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ഏറ്റവും മുകളിൽ നിന്നാണ് ഈ ഉരുൾ പൊട്ടി താഴേക്ക് വന്നത്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്, അവിടെ ഉണ്ടായിരുന്ന വീടുകളാണ് ഈ പുഴയിലൂടെ ഒലിച്ച് പുഴ ഇത്രയും വീതിയിൽ ആഞ്ഞടിച്ചാണ് മറുകരയിലേക്ക് പോയതും അത്ര വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതും. ഏറ്റവും വീതിയിൽ ഈ പുഴ കയറി ഒഴുകിയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്തുള്ള കുന്ന് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് പ്രേക്ഷകരെ. മറുഭാഗത്തുള്ള ഒരു കുന്നിന്റെ മുകളിലേക്കും ഈ ഒഴുകി വന്ന വെള്ളം മുഴുവൻ കയറിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ കടപുഴകി പോയിട്ടുണ്ട്. എതിർഭാഗത്തെ കുന്ന് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ എതിർഭാഗത്തെ കുന്നിൽ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് അവിടെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനായി വോളണ്ടിയേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായി അവിടേക്ക് ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ അതിന് നടുവിലുള്ള ഭാഗം മുഴുവൻ ചെളി പുതഞ്ഞ് കിടക്കുകയാണ്. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന അത്രയും ചെളി വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അത് ആ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന വീടുകളുടെ ഭാഗങ്ങൾ, ഒപ്പം വീടുകളിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ, സാധനങ്ങൾ, ആയുധങ്ങൾ, അങ്ങനെ പലതും ഒഴുകി വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ ഒഴുകി നേരെ ചാലിയാർ പുഴയിൽ എത്തിയിട്ടുണ്ട്. മറുഭാഗത്തെ വീടുകളുടെ ഭാഗങ്ങളിലേക്കുമൊക്കെ വന്നു കയറിയ വൻമരങ്ങൾ വന്ന വഴിയാണിത്. ഏറ്റവും വീതിയിൽ ഈ നദി കയറി ഒഴുകിയ ഭാഗം, കൈവഴിയായി ഒഴുകേണ്ടത് വലിയ ഒരു പരപ്പിൽ വിസ്തൃതിയിൽ കയറി ഒഴുകിയ ഭാഗമാണിത്. അതിൻ്റെ നാശനഷ്ടം മുഴുവൻ ഈ മേഖലയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ മറുഭാഗത്തായാണ് ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ FO അടക്കം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്, ആ വീടടക്കം ഉണ്ടായിരുന്നത്. അതടക്കം ഒലിച്ചുപോയി. അതിനുശേഷമാണ് അതിന് താഴെയുള്ള ഭാഗത്തേക്ക് ഈ വെള്ളം കുത്തിയൊലിച്ചു വന്നത്. അവിടെയാണ് ഈ ക്ഷേത്രവും ഒപ്പം പള്ളിയും ഒക്കെ അടക്കം നിന്നിരുന്ന ഭാഗം. അവിടെയും പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട്. ആ മറുകരയിലുണ്ടായിരുന്ന വീടുകളിലും വെള്ളം കയറി, വീടുകളും ഒലിച്ചില്ലാതായിപ്പോയി. ഒരു ഗ്രാമം മുഴുവൻ നാമാവശേഷമാകുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ വെള്ളം കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൻ്റെ വഴി, ആ ഉരുൾപൊട്ടലിൻ്റെ വഴിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കുന്നിൻ്റെ മുകൾ ഭാഗം വരെ, ഈ ഭാഗത്തേക്ക് ഇവിടം വരെ ഈ വെള്ളം കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ കടപുഴക്കി താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മരങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് അവശിഷ്ടങ്ങൾ മാത്രമാണ്. ബാക്കി മരങ്ങളെല്ലാം താഴേക്ക് പതിച്ചിട്ടുണ്ട്. അത്രയും ആഘാതത്തോടെ രണ്ട് കുന്നുകളാണ്. ഈ നദി ഒഴുകിയിരുന്നതിൻ്റെ രണ്ട് ഭാഗത്തായി രണ്ട് ചെറിയ കുന്നുകളാണ്. മറുഭാഗത്ത് അങ്ങോട്ടേക്ക് കാടാണ്. ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ഒരേപോലെ വെള്ളം അടിച്ചു കയറി. അത്രയും ശക്തിയിലാണ് ഉരുൾ പൊട്ടിയത് എന്ന് വ്യക്തമാക്കാൻ ഈ ഒറ്റ ദൃശ്യം മതി. മറുഭാഗത്തു കൂടിയാണ് ഇപ്പോൾ നദി ഒഴുകുന്നത്. ഒരു ചാലായി ആ ഉരുൾ പൊട്ടി വന്ന വെള്ളത്തിൻ്റെ ഭാഗം മറുഭാഗത്ത് ആ കുന്ന് ചേർന്ന് ഒഴുകുന്നുണ്ട്. അതിൻ്റെ സഞ്ചാരപാത മാറിയിരിക്കുന്നു. ഈ നടുവിൽ മുഴുവൻ പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞിരിക്കുകയാണ്. പാറക്കല്ലുകളും പാറക്കൂട്ടങ്ങളും വന്നടിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമായി ഇവിടം മാറിയിരിക്കുകയാണ്. ഇപ്പുറത്തുള്ള കാട്ടിലേക്ക് കയറി നിന്നിരുന്ന, അല്ലെങ്കിൽ കാടിൻ്റെ ഭാഗമായി നിന്നിരുന്ന മരങ്ങളടക്കം കടപുഴക്കി കൊണ്ടുപോയിട്ടുണ്ട്. ആ മരങ്ങളാണ് പല വീടുകളിലേക്കും ചെന്ന് പതിച്ചിട്ടുള്ളത്. മറുകരയിലൊക്കെ വീടുകൾ തകർന്നു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രയ്ക്ക് വലിയ ഒരു ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുടുങ്ങിയ മനുഷ്യർ, ഇവർക്കായുള്ള തെരച്ചിൽ ഇതുവരെയും സാധ്യമായിട്ടില്ല. ഇവിടെ ഇതുവഴി കടന്നു വന്ന വഴിയിലാണ് കുറേ പേരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴ. ഇപ്പോൾ സുജയ പാർവതിയാണ് അട്ടമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന മുണ്ടക്കൈ മേഖലയിൽ സുദേവൻ്റെ വീടിന് പരിസരത്തുള്ള ദൃശ്യങ്ങളാണ്. വലിയ മരക്കഷണങ്ങൾ, തടിക്കഷണങ്ങളെല്ലാം വീടുകളെ തകർത്തെറിഞ്ഞവരുടെ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞു പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഒപ്പം ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അട്ടമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങളെല്ലാം വെള്ളാർമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, 4-5 സ്പോട്ടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പരത്തി ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ദൃശ്യങ്ങളും വാർത്തകളും എത്തിക്കുന്നത്. ആരുടെയൊക്കെയോ ബാക്കി വെച്ചുപോയ ഉപകരണങ്ങളും ഒപ്പം തന്നെ സാധന സാമഗ്രികളും എല്ലാം നമുക്കവിടെ അനാഥമാക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണാം. ഇപ്പോൾ കാണുന്ന ഈ പാറക്കഷണങ്ങൾ വലിയ പാറകളാണ്. പാറക്കഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, വലിയ മലയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ നടുവിൽ വന്ന് പതിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ആ വീടുകളെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് വന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്കൂളിൻ്റെ ഭാഗം മാത്രമാണ്, സ്കൂളിൻ്റെ ഗ്രൗണ്ട് അടക്കമുള്ള മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി നന്നായി പറയാൻ കഴിയും. ചേട്ടാ, ഈ ഭാഗത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇത്രയും വീതിയിൽ ഈ ഭാഗത്ത് കൂടി വെള്ളം ഒഴുകിയിരുന്നോ നേരത്തെ? ഇല്ല. ഇതിലെ ആ കാണുന്ന ചെറിയ ഒരു പുഴ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിന് മുമ്പ് ഉരുൾ പൊട്ടിയപ്പോൾ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ഒഴിച്ചു പോയിട്ട് ഒരു താൽക്കാലിക പാലം അവിടെ വെച്ചിരുന്നു. ഇപ്പോൾ ഈ വന്നത് സ്കൂളിലേക്ക് പോകുന്ന റോഡടക്കം 100 കണക്കിന് വീടുകളാണ് അവിടുന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നത്. അത്രയും വീതിയിലാണ്, ഒരു 300 മീറ്ററെങ്കിലും വീതി ഇവിടെ ഉണ്ട്. ഒരു 100 വീടുകൾക്ക് മുകളിൽ ഈ കുത്തൊഴുക്കിൽ പെട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും ക്രെഡിബിളായുള്ള വിവരമാണ്.
മുകളിലുണ്ടായിരുന്ന 100 വീടുകളിലെ മനുഷ്യർ, അത് എത്ര പേരാണ് എന്നത് നമുക്ക് വ്യക്തമല്ല, കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. ആ മുകളിലുണ്ടായിരുന്ന 100 വീടുകൾ ഇതുവഴി ഒലിച്ചു പോയിട്ടുണ്ട്. അതിലെ മനുഷ്യർ ഒലിച്ചു വന്നിട്ടുണ്ട്. അവരെയാണ് പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തത്. പലയിടങ്ങളിലേക്ക് ഒഴുകിപ്പോയ ഒരേ കുടുംബത്തിൽ തന്നെ മനുഷ്യർ ഇനിയും കിട്ടാനുള്ളവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷേ ഈ പാറകൾക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽപ്പുന്നുണ്ടാവാം. അതിനായുള്ള പരിശോധനകൾ ഇനിയിപ്പോൾ സ്നിഫർ ഡോഗിനെയൊക്കെ കൊണ്ടുവന്ന്, കഡാവർ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പരിശോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പാറകൾക്കടിയിൽ മനുഷ്യരുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ അതുവഴി ഒരു കയറ് പിടിച്ച് നമ്മൾ ഈ മലയുടെ മുകൾ വരെ എത്തിയിട്ടുണ്ട്. ഈ മറുഭാഗത്തേക്ക് പോകണം. ഇപ്പോൾ നമുക്കൊപ്പം പ്രാദേശികമായി രക്ഷാപ്രവർത്തനത്തിനെത്തിയ മനുഷ്യർ മാത്രമാണുള്ളത്. സൈന്യമടക്കം എത്തി. ഇവിടെയും നമുക്ക് ആ രീതിയിലുള്ള ഒരു പരിശോധന വേണ്ടതാണ്. മറുഭാഗത്താണ് ഇപ്പോൾ തെരച്ചിലൊക്കെ നടത്തുന്നതിനായുള്ള ടീമിനെയൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെയും കൃത്യമായ തെരച്ചിൽ ഉണ്ടാകേണ്ടതാണ്. ഇവിടെയും കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്തേണ്ടതാണ്. അതാണ് നമുക്ക് ഇവിടെ ഈ പുഴ ഏറ്റവും വീതിയിൽ വന്ന് 2 കുന്നുകൾക്ക് മുകളിലേക്ക് ആഞ്ഞടിച്ച പ്രദേശത്തെത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.